അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങൾ. ഇന്ന് രാവിലെ തന്നെ മൻസൂർ മണ്ണാർക്കാടിൻ്റെ ഒരു പ്രസംഗം യൂട്യൂബിലൂടെ കേൾക്കാനിടയായി. ഹമീദ് ഫൈസി അമ്പലക്കടവിനെ വിമർശിക്കുന്നതോടുകൂടെ അയാൾ കുറേ ന്യൂനതകളും ഇല്ലാത്ത കാര്യങ്ങളും പിന്നെ ഓരോരുത്തർ എഴുതിയ കമൻറ്റും ഇതൊക്കെയാണ് അയാൾക്ക് തെളിവ്. എന്തിനെന്നോ ജമാഅത്തെ ഇസ്ലാമിനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സക്കാത്ത് സെല്ല് ET മുഹമ്മദ് ബഷീറും പാണക്കാട് ശിഹാബ് തങ്ങളും ഒക്കെ ഉദ്ഘാടനം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എതിർത്തതിനെ സംബന്ധിച്ചും. എന്നാൽ ഈ മൻസൂർ മനസ്സിലാക്കണം, അവർ ഇവിടെ ഉദ്ഘാടനം ചെയ്തതിലല്ല ഇവിടെ പ്രശ്നമുള്ളത്. നിങ്ങൾ വഹാബികളും ജമാഅത്തെ ഇസ്ലാമിൻ്റെയും അഭിപ്രായം എന്താണ്? തങ്ങൾ എന്നുള്ള ആൾക്ക് സൗഹാർദ്ദം എന്നുള്ള ആൾക്ക് പോന്നിരിക്കാം. ഈ തങ്ങൾ മുസ്ലിമാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഉറുക്ക് ഏലസ് ഐക്കല്ലൊക്കെ ഉണ്ടാക്കുന്ന തങ്ങൾ ഇവർ മുശ്രിക്കാണ് നിങ്ങൾ വ്യക്തമായിട്ട് മുജാഹിദും ജമാഅത്ത് എഴുതുന്നതും പ്രവർത്തിക്കുന്നതും ഇന്നും സംവാദം നടത്തുന്നത് അതിന് വേണ്ടിയിട്ടല്ലേ? ഇത്തരം നീചന്മാർ ഈ തങ്ങളെ വെള്ളം പൂശിക്കൊണ്ട്, തങ്ങൾ എന്ന് പറഞ്ഞാൽ സൗഹാർദ്ദത്തിന് വേണ്ടി എവിടെയും വരും എന്നുള്ള നിലക്ക് അവരെ വെള്ളം പൂശാൻ വേണ്ടി പിൻകാലത്ത് ഇതൊക്കെ ഒരു തെളിവാക്കി എടുത്തിട്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി. എന്നതുപോലെ ഹമീദ് ഫൈസി അവിടെ സക്കാത്തിൻ്റെ അവകാശികളെ പറ്റിയൊക്കെ പറഞ്ഞു. ആമിലീങ്ങൾ, സക്കാത്തിൻ്റെ മേലിൽ അമൽ ചെയ്യുന്ന ആളുകൾ, സക്കാത്ത് പിരിച്ചെടുക്കുക, അത് വിതരണം ചെയ്യുക, അതാണ് സക്കാത്തിൻ്റെ തൊഴിലാളികൾ എന്ന് പറയുന്നത്. ഇത് എവിടേക്കാ വാതകം? നിങ്ങളൊരു സെല്ലുണ്ടാക്കിയിട്ട് അതിന് പിരിച്ചെടുക്കുന്നതിനെ പറ്റിയാണ് നിങ്ങൾക്ക് തന്നെയാണ് പുട്ടടിക്കാനുള്ള പരിപാടിയുള്ളത്. ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഇസ്ലാമിക ഭരണാധികാരികൾക്ക് അതിനർഹതയുള്ളൂ എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. ഇത് നിങ്ങൾക്കറിയില്ല. എന്നിട്ട് നിങ്ങളത് പിരിച്ചെടുത്തുകൊണ്ട് എന്ത് ചെയ്യുക? ഈ സാധുക്കളിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് മറ്റേ പാങ്ങൾ ആർക്കെങ്കിലും പരണ്ടാക്കാനോ മറ്റേനോ ഇതിനോ കൊടുക്കുക. സക്കാത്ത് കൊടുക്കേണ്ട 8 സാധനങ്ങൾ കൊടുക്കണം, 8 കൂട്ടർക്ക് കൊടുക്കണം. അതിൽ 9ാമത്തെ ഒന്നുമില്ല, 9ാമത്തെ ഒരു കൂട്ടർക്കും കൊടുക്കണ്ട. അപ്പോൾ ഈ രൂപത്തിലാണ് നിങ്ങൾ ചെയ്യണത്. നിങ്ങൾ എത്ര സ്ഥലത്തുണ്ട് നിങ്ങളിവിടെ സക്കാത്തൊന്നായിട്ട് ഒരുമിച്ച് കൂട്ടിയാണ്ട് ഒന്നായിട്ട് ഈ കൊടുത്താൽ ഈ തന്ന ആൾക്കാരുടെ എത്ര വിതരണം ചെയ്യുന്നുണ്ട് ഒക്കെ ഒരുമിച്ച് കൂട്ടിയാണ്ട്. അത് മാത്രമല്ല പൈസ അവിടെ വാങ്ങുകയല്ല നിങ്ങൾ ചെയ്യുന്നത്. ഇത്ര പൈസ കണക്കാക്കി പൈസ സക്കാത്തിൻ്റെ മുതലൂട്ടത്തിൽ പൈസ എണ്ണിയിട്ടുണ്ടോ? നാണയം കൊടുക്കേണ്ടതിന് ഫിത്ർ സക്കാത്തിന് പൈസ കൊടുത്താൽ മതി എന്ന് ഏത് ഗ്രന്ഥത്തിലുള്ളത്? ലോകത്തുള്ള ഏതെങ്കിലും ഒരു കിതാബിൽ നിങ്ങൾ കാണിച്ചു തരുന്നത്? ഇങ്ങനെ പൈസ സ്വരൂപിച്ച് കണ്ട് സക്കാത്തിൻ്റെ ഈ ഫിത്ർ സക്കാത്തിൻ്റെ പൈസ ഒക്കെ സ്വരൂപിച്ച്, അല്ലെങ്കിൽ അല്ലാത്ത പൈസകൾ ഈ മുതലിൻ്റെ സക്കാത്തിൻ്റെ പൈസ ഒക്കെ വാങ്ങിയിട്ട് ഇവിടെ ഒരാൾക്ക് ബിൽഡിംഗ് എടുത്ത് കൊടുക്കുക, മറ്റവർക്ക് അത് കൊടുക്കുക എന്നുള്ള എവിടെ ഏത് നിയമത്തിലുള്ളത്? ഈ മൻസൂറിനൊക്കെ എന്താ ദീനറിയാം? എന്നിട്ട് ഇവിടെ തെളിവ് അറിയണ അവർ വരും ഉണ്ടാക്കിയ കമൻറ്റുകളാണ്. പിന്നെ കരുവാരക്കുണ്ടിൻ്റെ കാര്യം പറഞ്ഞു പോകും. ഈ അനധികൃതമായിട്ട് ഇവങ്ങനെ വിചാരിച്ചിട്ടല്ലോ പോലെ വഹാബി സ്ഥാപനത്തിൻ്റെ പറ്റിയാണ് എന്ന് വിചാരിക്കും. അവരുണ്ടാക്കിയ സ്ഥാപനം, അതിൽ അവിടെ എന്ത് ചെയ്തു എന്തിനാണ് നോക്കണത്? അത് സമൂഹത്തിൻ്റെ സ്വത്താണ്. സമൂഹം ഇവിടെ തീരുമാനിക്കും. അത് സുന്നികളുടെ സ്വത്താണ്, സുന്നികൾ തീരുമാനിക്കും. അത് വ്യക്തമായ രേഖാമൂലം അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ വ്യക്തമാക്കിയതാണ് പറഞ്ഞതും. അതിനെപ്പറ്റി സുന്നികൾക്കാർ എന്താ ചെയ്തതെന്നൊക്കെ അനധികൃതമായിട്ട് എന്താക്കി അതിലാളെ കയറ്റുന്നത്. എന്താ അനധികൃതം? ഒരു സ്ഥാപനത്തിൽ പഠിപ്പിക്കാൻ വേണ്ടി ആ സ്ഥാപനം ഉണ്ടാക്കി കുടുംബത്തിൽപ്പെട്ട ആൾക്കാരെ എന്താണ് ചേർക്കൽ അനധികൃതമാണോ? എന്നതുപോലെ ഇതിനു വേണ്ടിയൊക്കെ കഠിനാധ്വാനം ചെയ്ത ആളുകൾ അതിൽ ആളുകളെ നിർത്തുന്ന അനധികൃതമായിട്ടാണോ? എന്താണ് ഇവിടെ ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് അതിനെ പറ്റി അറിയാം? ഒന്നും അറിയാത്ത ആരോപണം പറഞ്ഞിട്ട് മനുഷ്യന്മാരെ തോൽപ്പിക്കാനല്ലാതെ എന്തിനാ അവർക്കറിയാം? അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയാണ്ട് ഈ വഹാബിയുടെ ഏർപ്പാട് ഇത് തന്നെ. മുറിയിലോടത്താണ് ഈച്ചക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതാണ് ഇവരെ പരിപാടി. അല്ല അവർക്കൊരു ചുക്കും അറിയില്ല. നിങ്ങൾ ഈ പാണക്കാട് തങ്ങന്മാരും മറ്റേ തങ്ങന്മാരും ഒക്കെ എന്താണ് വഹാബികൾ ഇപ്പോഴും ക്ഷണിക്കൽ തുടങ്ങിയത് രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ്, അല്ലാതെ മതത്തിൻ്റെ പേരിലല്ല. മതത്തിൻ്റെ വിഷയത്തിൽ ഇപ്പോഴും നിങ്ങളുടെ വിശ്വാസം അവരൊക്കെ മുശ്രിക്കാണെന്ന്. എന്നിട്ട് ഈ മുശ്രിക്കിനെ നിങ്ങൾ എന്തിനാണ് മയ്യത്ത് നിസ്കാരത്തിനും മറ്റേതിനൊക്കെ ക്ഷണിക്കണത്?
ഞങ്ങൾ തങ്ങളാണ്, ഞങ്ങൾ ആദരിക്കുന്ന, ഞങ്ങൾ ബഹുമാനിക്കുന്ന, ഞങ്ങൾ കയ്യുമുത്തുന്ന തങ്ങളാണിത്. നിങ്ങൾക്ക് തങ്ങൾ അറിയണ ഒരു വിഭാഗം തന്നെയല്ല. ഞങ്ങൾ തങ്ങൾ വിഭാഗം വാലറ്റ് പോയി എന്ന് പറഞ്ഞ ആൾക്കാർ ഞങ്ങൾ. ഇനിയിപ്പോൾ തങ്ങൾ നിങ്ങളെ പരിപാടിക്ക് വന്നാലും ഞങ്ങൾ തങ്ങളെ ബഹുമാനിക്കാതെ നിൽക്കില്ല. പക്ഷെ നിങ്ങളാണ് കണക്കിലെടുക്കേണ്ടത്. നിങ്ങളെന്താ ചെയ്യണത്? ഈ ഇവരൊക്കെ വരുന്ന ആൾക്കാർ മുസ്ലിമീങ്ങളാണ് എന്നുള്ള ആൾക്കാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അതാണ് വലിയ ബേജാറ് നമുക്ക്. തങ്ങൾക്ക് ചിലപ്പോൾ അറിവില്ലാത്ത എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വലിയ അറിവുണ്ടായിക്കൊള്ളുന്നില്ല. മൂപ്പരെ തങ്ങന്മാരുടെ വിഷയത്തിൽ അവർ ചിലപ്പോൾ എന്താണ് മതസൗഹാർദ്ദം വിചാരിച്ചു കണ്ട് ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാകും. അതായത് ഇപ്പോൾ ചന്ദ്രന്, നക്ഷത്രം, ഇതൊക്കെ വളക്കുയിലാണ് നമ്മൾ കാണുന്നതെങ്കിലും ചന്ദ്രനൊന്നും ഒരു കോട്ടം വരുന്നില്ലല്ലോ. ആ രൂപത്തിലാണ് ഞങ്ങൾ സുന്നികൾ ഇതിനൊക്കെ ചിത്രീകരിക്കുന്നത്. അവർ പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്താൻ ഞങ്ങളുണ്ട്. നിങ്ങളാളായിക്കാണ്ട് നിങ്ങളെ വിദഗ്ധത്തും കുഫറും ഈ മറച്ചു വെച്ചുകൊണ്ട് ഇത്രയും നിഷ്കളങ്കരായ നല്ല ആൾക്കാരെ ഈ കുഴിയിലേക്ക് എറിയരുതെന്ന് എനിക്ക് പറയാനുള്ളത്. അതിന് ഒത്താശ ചെയ്യണവരും എന്താണ് സൂക്ഷിക്കണം. കാരണം എന്താണെന്നറിയാം, ഇവരൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുവരുന്ന ഒരു പണ്ഡിത സംഘടനകളാണ്. ഇപ്പോൾ ഈ പണ്ഡിതന്മാർ എന്ത് പറയുന്നതോ ആ സ്ഥാനത്ത് നിൽക്കാൻ എല്ലാവരും അർഹരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാണ്ട്. എന്നതുപോലെ പഴയ കാലത്ത് എന്തൊക്കെ ഈ വഹാബീസ് അവിടെ എന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കയറിക്കൂടി സുന്നി സ്ഥാപനങ്ങളൊക്കെ പിടിച്ചെടുത്തില്ല. മൊയ്യുദ്ദീൻ പള്ളി, പട്ടാളപ്പള്ളി, ഇന്നത്തെ മഹല്ലുകളിലൊക്കെ മുമ്പ് കയറിക്കൂടിയിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. മുജാഹിദും സുന്നിയും ഒക്കെ എന്താ ചെയ്തിട്ടുണ്ട്, ഈ കൂടിയിട്ടായിരുന്നു ഈ പള്ളിയിൽ സെക്രട്ടറിയും കമ്മിറ്റിയും ഉണ്ടാതെ അങ്ങനെ നിൽക്കും. അവസാനമൊക്കെ ഒരു മുണങ്ങും. അപ്പോൾ ഈ ഒരവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പണ്ഡിതന്മാരുടെ സംവിധാനങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ കെട്ടുറപ്പുള്ള പണ്ഡിത സംഘടനകൾ, അത് സുന്നി സംഘടന APO EK സംസ്ഥാനം ഏതോ ആട്ടെ, അവർ ഈ കെട്ടുറപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കെട്ടുറപ്പിനെ തകർക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത്. ഏതായാലും അള്ളാഹ് എല്ലാവർക്കും നല്ലത് ചിന്തിക്കാനും നല്ലതിലേക്ക് ക്ഷണിക്കാൻ തൗഫീഖ്. നീ മൻസൂറിനെ പോലത്തെ പടുജാഹിലീങ്ങൾ ഇവൻ്റെ തൊള്ളയിൽ കൂടെ വരുന്നൊക്കെ പറയുകയാണെങ്കിൽ വലിയ വീഡിയോ ആക്കാനുണ്ട്. പക്ഷേ നമ്മുടെ സംസ്കാരം അതിന് യോജിച്ചല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനി എന്താണ് വ്യക്തമായിട്ടും അതിൻ്റെ ഓരോ ഉടായ്പകളുമാണെങ്കിൽ നമ്മൾ ഇവിടെ പറയും. അതിനൊന്നും ഇടവരുത്താതെ ഇതിൽ നിന്ന് തന്നെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരം ആളുകൾ ഇവിടെ മുസ്ലിമീങ്ങളെ എന്താക്കരുത്, ഈ ഉമ്മത്തുനിന്ന് പുറത്താക്കിയെന്നാൽ പിന്നെ അവൻ പറഞ്ഞൊരു ന്യായം. ജമാഅത്തെ ഇസ്ലാമി ഉമ്മത്തുനിന്ന് ഈ സുന്നി സമൂഹത്തിൽ നിന്ന് പുറത്താക്കിയതിനെ പറ്റിയല്ല, ദീനെന്ന് പുറത്താക്കിയിട്ട് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ ദീനെന്ന് പുറത്താക്കി ജമാഅത്തിൻ്റെ നേരം അവിടെ പറഞ്ഞത്. സുന്നികളെ മുശ്രിക്കാക്കുകൊണ്ട് അവർ സ്വയം മുസ്ലിമാകും എന്ന് പറയും. അസ്സലാമു അലൈക്കും.